ഇതൊരു ഹൈ പ്രൊഫൈൽ ക്ലയൻറ്റിൻ്റെ വണ്ടിയാണ്. നമ്മളിപ്പോൾ റിവീൽ ചെയ്യുന്നില്ല, വരുമ്പോൾ ആളുകൾ വരുമ്പോൾ പറഞ്ഞു. അതെ അതെ. അപ്പോൾ പുള്ളി ഫുൾ ടൈം എയറിൽ പോണ ആളാണ്. അതുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ സമയമില്ല. സർവീസ് ചെയ്തിട്ടുണ്ട്. 4 പുതിയ ഷോക്സ്, ലോറാം, സസ്പെൻഷൻ റാക്ക്, ഓൾമോസ്റ്റ് AC, പുതിയ AC കംപ്രസർ. ഇതിന്റെ മുകളിൽ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഒന്നെങ്കിലും ഇനി നെക്സ്റ്റ് 15,000 കഴിഞ്ഞിട്ട് സർവീസ് ചെയ്താൽ മതി. ഓക്കെ. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വർക്ക് വരികയാണെങ്കിലേ ഉണ്ടാവുള്ളൂ. വേറെ മേജറായിട്ടൊന്നും വരാനില്ല. ഇത്രയും വർക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്, ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ. പണിയൊന്നും. പിന്നെ ഇൻഷുറൻസ് തീർന്നെടുക്കാൻ നമുക്ക് പുതിയ ഇൻഷുറൻസ് കസ്റ്റമർ വരുമ്പോൾ എടുത്തു കൊടുക്കാം. ബെൻസ് പൊതുവെ ഒരു എക്സ്പെൻസ് കുറഞ്ഞ വണ്ടിയാണ്. അതുമാത്രമല്ല, പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു ബെൻസിനാണ് ഒരു എല്ലാത്തിനും ഒരു എന്താ പറയുക അട്രാക്ഷനും, എവിടെ പോയാലും ഒരു പ്രൗഡി. നമ്മളിപ്പോൾ BMW നമ്മൾ ഡീൽ ചെയ്യാറുണ്ട്. അപ്പോൾ BMWനേക്കാളും ഫാസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ നമ്മളെ ഇവിടെ ടൊയോട്ട എന്ന് പറയുന്ന പോലെയാണ് ബെൻസിന് ഒരു പ്രത്യേക പ്രൗഡിയാണ്. എല്ലാവർക്കും നമസ്കാരം, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നിങ്ങൾ എൻ്റെ പുറകിൽ കണ്ടോ, ക്ലാസിൻ്റെ വെറൈറ്റികൾ ഇങ്ങനെ നിരന്ന് കിടക്കുകയാണ്. അതും വളരെ ലോ കിലോമീറ്റർ ഓടിയ വാഹനങ്ങൾ. ക്ലാസ് തപ്പി നടക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വന്നു. സ്ഥലവും കാര്യങ്ങളൊക്കെ ഞാൻ പരിചയപ്പെടുത്തരാം. അപ്പോൾ നമുക്ക് സ്വാഗതം ചെയ്യാം ഇതിൻ്റെ ഓണറിനെ. സ്വാഗതം വഫീഖ് അല്ലേ? അതെ, വഫീഖ്. ഓക്കെ, സ്വാഗതം. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ടൈമാണ് വീഡിയോ ചെയ്യുന്നത്. നമുക്ക് അറിയാം പുള്ളീനെ, അതായത് നമ്മുടെ ഷമീസ് കാസിലെ എല്ലാവരുമായിട്ട് ഫ്രണ്ട്ഷിപ്പുള്ള ആളാണ് അല്ലേ? അതെ. ഓക്കെ. അപ്പോൾ ലൊക്കേഷൻ വരുന്നത് കോഴിക്കോട് ജില്ലയിൽ ചെറുവണ്ണൂരാണ്. മെയിൻ റൂട്ട് പറയുകയാണെങ്കിൽ രാമനാട്ടുകര ഹൈവേന്ന് കൊയാസ് ഹോസ്പിറ്റലിൻ്റെ ബിഹൈൻഡ്. ഓക്കെ. വീട്ടിൽ നിന്ന് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇത് സെഡാൻ മാത്രമല്ല, ഇവിടെ ഇപ്പോൾ 2 SUVകളുണ്ട്. ഓഡി Q5 ഉണ്ട്, ബെൻസിന്റെ GLC ആണ്. അത് ഓൾറെഡി ജിതിൻ വരുമ്പോൾ ഇന്നലെ തന്നെ സോൾഡായി, അഡ്വാൻസ് ആയിട്ടുണ്ട്. അതുകൊണ്ട് കാണിക്കുന്നില്ല. ഓക്കെ ഓക്കെ. എന്തായാലും അങ്ങനത്തെ വേറെ വരാനുണ്ടോ വണ്ടി? വരാണ്ടാവും. ഓക്കെ. ഇതിപ്പോൾ എത്ര കാലമായി നിങ്ങൾ ഇങ്ങനെ ഒരു ഇത് തുടങ്ങിയിട്ട്? ഓൾമോസ്റ്റ് ഒരു 10 years ആയിട്ട് ഞാൻ ഈ ഫീൽഡിലുണ്ട്, ചെയ്യുന്നുണ്ട്. വണ്ടി നമ്മളൊരു 3-4 years ആയിട്ട് നമ്മളിങ്ങനെ സ്റ്റോക്ക് എടുത്ത് വെക്കാറുണ്ട്. ഒരു 2 or 3 കാർസ്. ഷോറൂമായിട്ടൊന്നുമില്ലല്ലോ? ഷോറൂമായിട്ടൊന്നുമില്ല, വീട്ടിൽ തന്നെ അല്ല, വീട്ടിൽ തന്നെ. ഓക്കെ. നമ്മളൊരു ചെറുപ്പം മുതലേ കാറുകളോട് ഭയങ്കര ക്രേസ് ആണ്. ഓക്കെ. അപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അധികം പ്രീമിയം ആണ് കൂടുതലും ചെയ്യാറ്. ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ 3 ക്ലാസ് ആണ്. അതെ അതെ. ക്ലാസ് ഇങ്ങനെ ഒരുമിച്ച് കിട്ടുന്ന അപൂർവമാണ് അല്ലേ? വെരി ലോ കിലോമീറ്റേഴ്സ് ആണ് ഒക്കെ. ഓക്കെ. ഞാൻ പറഞ്ഞിട്ടുണ്ട് പ്രേക്ഷകരോട്, എന്നോട് പറഞ്ഞ കാര്യം ഞാൻ അങ്ങനെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് ഓരോ വണ്ടിയുടെ ഡീറ്റെയിലേക്ക് പോകാം. അതുപോലെ ഇതിന്റെ കമ്പനി ഹിസ്റ്ററി കാര്യങ്ങളൊക്കെ നിങ്ങൾ എല്ലാം എൻ്റെ അടുത്ത് സർവീസ് റെക്കോർഡ് എല്ലാം PDF ആയിട്ട് കയ്യിലുണ്ട്. എല്ലാം കയ്യിലുണ്ട്. വണ്ടിയുടെ ക്വാളിറ്റി എങ്ങനെ? ക്വാളിറ്റി നമ്മളെല്ലാം ഷോറൂം സർവീസ് ഉള്ള വണ്ടി മാത്രമേ ഉള്ളൂ. അങ്ങനെ എടുക്കുന്നത് എല്ലാ ഹിസ്റ്ററി ഉള്ള വണ്ടി മാത്രമേ ഉള്ളൂ. ഒക്കെ എല്ലാം ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ ആണ്. റീപ്ലേസ്മെന്റ്സ് കാര്യമായിട്ട് പറയാനൊന്നുമില്ല. എല്ലാം അത്രയും എല്ലാ ചെക്ക് പോയിന്റ്സും നോക്കി ഡയറക്റ്റ് കസ്റ്റമർ അടുത്തുനിന്ന്, അതും നല്ല ഹൈ പ്രൊഫൈൽ കസ്റ്റമേഴ്സിൻ്റെ അടുത്തു നിന്നാണ് നമ്മൾ എടുത്ത് വരുന്നത്. നമ്മളായിട്ട് ഡീൽ ചെയ്യുമ്പോൾ സംസാരിക്കുമ്പോൾ നമ്മൾ അതിനുള്ള ഡീറ്റെയിൽസ് കൊടുക്കാം. ഇന്ന ആളെ വണ്ടിയാണ്, അതൊക്കെ നമുക്ക് പറഞ്ഞു കൊടുക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും വീഡിയോ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂടുക. വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാൻ നോക്കുക. അപ്പോൾ വീഡിയോയിലോട്ട് പോകാം അല്ലേ? ഓക്കെ. ആദ്യം നമുക്ക് ഈ 220 തുടങ്ങാം. എങ്ങനെയാണ് ഡീറ്റെയിൽ? ഇത് 2017 മാനുഫാക്ചർ, 2018 രജിസ്റ്റേർഡ്. ഈ 220D ലോങ് വീൽ ബേസ് എന്ന് പറയും. LWB W213 ഷാസി കോഡ് വരുന്ന വണ്ടി. ഓക്കെ. 2017 മുതൽ 2021 വരെ ഈ ഷേപ്പിലാണ് വരുന്നത്. 17 മുതൽ 21 വരെ അല്ലേ? അതെ അതെ, ഷേപ്പാണ്. ഓക്കെ. പിന്നെ സെക്കൻഡ് ഓണർഷിപ്പാണ്. 67,000 കിലോമീറ്റർ. 67,000 പ്രോപ്പർ സർവീസ് റെക്കോർഡ് വിത്ത് PDF എല്ലാം നമ്മുടെ കയ്യിലുണ്ട്. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് സെക്കൻഡ് ഓണറാണ്. സെക്കൻഡ് അവിടെ അല്ല. എവിടെ ഇത് രജിസ്ട്രേഷൻ വരുന്നത് ശരിക്കും? ഇത് ശരിക്കും WB വെസ്റ്റ് ബംഗാളില് കൊൽക്കട്ടയിലെ വണ്ടിയാണ്. കൊൽക്കട്ട വാഹനമാണ്. ഓക്കെ. വെസ്റ്റ് ബംഗാൾ വേറെയും കണ്ടു. വെസ്റ്റ് ബംഗാളാണോ കൂടുതൽ ഡീൽ ചെയ്യുന്നത്? അല്ല, നമ്മൾ അങ്ങനെ കുറച്ച് നല്ല ഹൈ പ്രൊഫൈൽ ക്ലയൻസ് ഉണ്ട് നമുക്ക്. അപ്പോൾ ആ ഒരു ത്രൂ നല്ല വണ്ടി കിട്ടുമ്പോൾ ഇങ്ങനെ എടുക്കുന്നതാണ്. ഓക്കെ. എന്തായാലും 17 മോഡൽ 18 രജിസ്ട്രേഷൻ വരുന്ന വാഹനമാണ്. 67,000. എസ് ക്ലാസിന്റെ ഗ്രില്ലൊക്കെ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. കമ്പനിയിൽ തന്നെ വരുന്നത് ഈ ഗ്രില്ലും ഈ ബമ്പറും ഒക്കെ ഒറ്റയടിക്ക് നോക്കുമ്പോൾ എസ് ക്ലാസ് പോലെ ഉണ്ടാവും. ഈ സ്റ്റാൻഡിംഗ് ലോക്ക് ഒക്കെ ഇത് എക്സ്ട്രാ ആഡ് ഓൺ ആവുന്നതാണ്. ഓക്കെ ഓക്കെ ഓക്കെ. ഈ ഒരു ഷേപ്പിൽ അങ്ങനെ വരുന്നില്ല. ഈ ഷേപ്പിൽ എല്ലാവരും ഇതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതാണ് എസ് ക്ലാസ്. ഓക്കെ ഓക്കെ. അപ്പോൾ പ്രോപ്പർ സർവീസ് അല്ലാണ്ട് ഇതിന് പൊതുവെ എത്ര മൈലേജ് കിട്ടാറുണ്ട്? മൈലേജ് ഇതൊരു കിട്ടുന്ന പറയാം, ഒരു 17 to 18 എന്തായാലും കിട്ടും. അത്രയും കിട്ടും. ഓക്കെ. പിന്നെ 2 ലിറ്റർ ആണ്, 4 സിലിണ്ടർ വരുന്നതാണ്. 350 ആകുമ്പോൾ കുറച്ച് മൈലേജ് ഷോർട്ട് ആവും. ഓക്കെ ഓക്കെ. 350 നമ്മളടുത്തുണ്ട്, ഒരു വണ്ടി ഉണ്ട്, നമുക്ക് കാണിക്കാം. അതെ, ലോ കിലോമീറ്റർ. ഓക്കെ. ഇതിനിപ്പോൾ എത്രയാണ് ചോദിക്കുന്നത്? ഇത് നമ്മൾ ചോദിക്കുന്നത് ആക്ച്വലി 25-75 ഒക്കെ നമ്മൾ ചോദിച്ചിരുന്നു. നമ്മളൊരു വീഡിയോയിൽ ഏറ്റവും ലോവസ്റ്റ് ആരും വില കൂടുതലാണെന്നുള്ള കമന്റ് ചെയ്യരുത് വിചാരിച്ചിട്ട് നെറ്റ് പ്രൈസ് ആക്കിയിട്ട് നമുക്കൊരു 2390 ചെയ്യാം.
23,90,000 രൂപയ്ക്ക് 17 മോഡൽ 18 രജിസ്ട്രേഷൻ ഈ 220D നിങ്ങൾക്ക് കൊണ്ടുപോകാം. ഇതിങ്ങോട്ടേക്ക് മാറണമെങ്കിൽ ഒരു 5 to 6 lakh കേരള ടാക്സ് ചെയ്യണം. പിന്നെ ഇതിപ്പോൾ മോഡൽ കൂടി 2018 രജിസ്ട്രേഷൻ വരുന്ന വണ്ടി ആയതുകൊണ്ട് ഒരു 2028 വരെ ഇതിന് നമുക്ക് NOC എടുക്കാനുള്ള സമയമുണ്ട്. അതിനിടയ്ക്ക് നമുക്ക് വേണമെങ്കിൽ ഇതേ അഡ്രസ്സിൽ തന്നെ നെയിം ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഫെസിലിറ്റീസ് നമ്മളെടുത്തുണ്ട്. ചെറിയൊരു എമൗണ്ട് ചെറിയ എമൗണ്ടിലൊരു ട്രാൻസ്ഫർ ചാർജേ വരുന്നുള്ളൂ. നമുക്ക് വേണമെങ്കിൽ നെയിം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. ഇപ്പം നമ്മൾ പ്രസന്റ്ലി ചെയ്യുമ്പോൾ ഒരു 5 to 6 lakhs വരും. ഒരു 3 years കഴിഞ്ഞ് ചെയ്യുകയാണെങ്കിൽ ഈ എമൗണ്ടിലും ഒരു 1 lakh ഒക്കെ കുറവുണ്ടാവും അല്ലേ? അതെ. മോഡൽ കൂടിയ വണ്ടിയാണ്. ഇയർ കൂടുമ്പോഴാണ്, ആ 15 വർഷത്തേക്കുള്ള ഇയർ കുറഞ്ഞു വരുമ്പോഴാണ്. അതെ. ഇപ്പൊ ബാലൻസ് ഉള്ള ഇത് മാത്രം ഇവിടെ അടയ്ക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ വേറെ ക്ലെയിമോ കാര്യമോ ഒന്നുമില്ല. ഓൾ ഒറിജിനൽ ആണ്. എല്ലാം ഒറിജിനൽ ആണ്. ടയേഴ്സ് എല്ലാം ഗുഡ് ആണ്. ഒക്കെ ബ്രാൻഡഡ് ടയേഴ്സ് ആണ്. യോക്കോഹാമയുടെ ടയേഴ്സ് ആണ്. കസ്റ്റമറിനൊന്നും ചെയ്യാനില്ല. ഡീസൽ അടിച്ച് ഓടിയാൽ മതി. ഇപ്പോൾ ലാസ്റ്റ് എത്രയുള്ള സർവീസ് കഴിഞ്ഞത്? ഇത് ലാസ്റ്റ് 59 ലിറ്റർ സർവീസ് ഓൾറെഡി ചെയ്തിട്ടുണ്ട്. സർവീസ് ആണെങ്കിൽ തന്നെ ഒരു 74 ഒക്കെ 15,000 കിലോമീറ്റർ കൂടുമ്പോഴാണ് വരിക. പിന്നെ ഇതെല്ലാം ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ ആണ്. വണ്ടിയുടെ ഇന്റീരിയറും എക്സ്റ്റീരിയറും ഒക്കെ നോക്കുകയാണെങ്കിൽ ഒക്കെ എല്ലാം ക്ലീൻ ആണ്. ചെറിയ മൈനർ പെയിന്റ് ജോബ്സ് ഒക്കെ എങ്ങനെ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. അടുത്ത വണ്ടിയിലോട്ടോ. അടുത്തത് വീണ്ടും ഈ 220D തന്നെയാണ്. ഇത് ഷേപ്പ് ഒന്നും മാറിയിട്ടില്ല, ഒറിജിനൽ ഷേപ്പ് തന്നെയാണ് അല്ലേ? അതെ. ഓക്കെ. ഇത് എവിടെയാണ് രജിസ്ട്രേഷൻ വരുന്നത്? ഇത് നമ്മുടെ ഹരിയാന ഗുർഗാവ് രജിസ്ട്രേഷൻ ആണ് വരുന്നത്. ഹരിയാനയാണ് HR രജിസ്ട്രേഷനിൽ കിടക്കുന്ന വാഹനം. ഓക്കെ, എങ്ങനെയാ ഇതിന്റെ ഡീറ്റെയിൽ? ഇത് 2017 മോഡൽ തന്നെ 49 ഡ്രിവൺ ആണ്. 49,000 ഓട്ടം കുറവാണ്. അതെ. നേരത്തെ കണ്ടതിനേക്കാൾ ഓട്ടം കുറച്ച് കുറവാണ്. ഓണർഷിപ്പ് സിംഗിൾ ആണ്. സിംഗിൾ കിടക്കും. ഓക്കെ. സിംഗിൾ ഓണർഷിപ്പുള്ള വാഹനമാണ് ഇത്. ഈ 220D തന്നെ W213 സെയിം വണ്ടി തന്നെ. ഇതിൽ S ക്ലാസ് ഗ്രില്ല് ആഡ് ഓൺ ചെയ്തില്ല. കമ്പനി എങ്ങനെയാണോ അന്ന് വരുന്ന എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞ വേരിയന്റ്, ഏറ്റവും ടോപ്പ് എൻഡ് വേരിയന്റ്, ലോങ് വീൽ ബേസ് തന്നെ. ഓക്കെ. ടോപ്പ് എൻഡ് വേരിയന്റ് ആണ്. എല്ലാം ബ്രാൻഡ് ന്യൂ കണ്ടീഷനിലാണ് ഉള്ളത്. നമ്മൾ നേരത്തെ കണ്ടതപ്പോൾ സെയിം വണ്ടി തന്നെ, സെയിം. അതായത് അന്ന് എക്സ്ക്ലൂസീവ് മാത്രമേ ഉള്ളൂ. 17 to 19 വരെ എക്സ്ക്ലൂസീവ് മാത്രമേ ഉള്ളൂ. പിന്നെ 19 to 21 ഹാഫ് വരെ എക്സ്ക്ലൂസീവില് ആഡ് ഓൺ ആയിട്ട് ഇതിൽ ടാബ്, പിന്നെ ഡിജിറ്റൽ ക്ലസ്റ്റർ, സോഫ്റ്റ് ക്ലോഷർ ഡോർ കൂടി ആഡ് ഓൺ ആയി. അതേ എക്സ്ക്ലൂസീവില്. ഈ അന്ന് 2017 ഈ എക്സ്ക്ലൂസീവില് ഇത് സംഗതി ഇല്ല. സോഫ്റ്റ് ക്ലോഷർ ഡോറും ഡിജിറ്റൽ മീറ്ററും ഇല്ല, അനലോഗ് മീറ്ററും. ബാക്കി എല്ലാ ഫീച്ചേഴ്സും സെയിം തന്നെ. ഓൾമോസ്റ്റ് സെയിം തന്നെ. ഓക്കെ. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. ഈ സെഡാൻ കാർ മാത്രമാണ് കൂടുതൽ കാണുന്നത്, അതിൽ തന്നെ ബെൻസും ഒരു സേഫ് സോണിൽ നിൽക്കുന്നതാണോ? ബെൻസ് കുറച്ചും കൂടി അല്ല, ബെൻസ് പൊതുവെ ഒരു എക്സ്പെൻസ് കുറഞ്ഞ വണ്ടിയാണ്. അത് മാത്രമല്ല, പിന്നെ നമ്മുടെ നാട്ടിലെ ഒരു ബെൻസിനാണ് ഒരു എല്ലാത്തിനും ഒരു എന്താ പറയുക അട്രാക്ഷനും, എവിടെ പോയാലും ഒരു പ്രൗഡി. നമ്മളിപ്പോൾ BMW നമ്മൾ ഡീൽ ചെയ്യാറുണ്ട്. അപ്പോൾ BMW-നേക്കാളും ഫാസ്റ്റ് ആയിട്ട് മാർക്കറ്റിൽ നമ്മളെ ഇവിടെ ടൊയോട്ട എന്ന് പറയുന്ന പോലെയാണ് ബെൻസിന് ഒരു പ്രത്യേക പ്രൗഡിയാണ്. പിന്നെ ബെൻസ് നല്ല വണ്ടിയും സർവീസും ഒക്കെ ഉള്ള വണ്ടിയാണ് നമ്മൾ എടുക്കാറ്. സെഡാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ സെഡാനോട് എനിക്ക് പൊതുവേ ഭയങ്കര താല്പര്യം. ഞാൻ കൂടുതലും സെഡാൻ വണ്ടിയാണ്. ഞാൻ ഭയങ്കര ഡ്രൈവിംഗ് ഇഷ്ടപ്പെടുന്ന ആളാണ്. അപ്പൊ അതുകൊണ്ട് ഡ്രൈവ് ചെയ്യാൻ ഈ ക്ലാസ് ഡ്രൈവ് ചെയ്യാനും ഒക്കെയാണ്. പിന്നെ യാത്രാ സുഖം ഭയങ്കര കംഫർട്ടാണ്. ബാക്ക് സീറ്റ് ഈ ലോങ് വീൽ ബേസ് എന്ന് പറഞ്ഞാൽ നല്ലൊരു ഡ്രൈവറിങ് കിട്ടി കഴിഞ്ഞാൽ എല്ലാം അടിപൊളിയാണ്. ഇതിലുള്ള എല്ലാ വണ്ടിയിലും ഈ ഓരോ വണ്ടിയും ഞാൻ ഒരു 1000 കിലോമീറ്ററോളം ഞാൻ തന്നെ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്ത് ചെക്ക് ചെയ്തിട്ടും നമ്മൾ എന്താ പറയുക, നമ്മളൊന്നാമത് കസ്റ്റമർ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പറയുമ്പോൾ നമ്മൾ പേഴ്സണലി നമ്മൾ യൂസ് ചെയ്തിട്ട് അത്രയും എന്താ പറയുക കംഫർട്ട് ആയിട്ട്. അതെ. എന്തെങ്കിലും ഇനിയിപ്പോൾ എന്തെങ്കിലും പോരായ്മകൾ ഉണ്ടെങ്കിൽ വരും. ഇത് മറ്റേ വൈപ്പർ ബ്ലേഡിനോ വല്ല സ്ക്രൂ ഏറെ ഉണ്ടെങ്കിൽ നമ്മൾ ആ മൈനർ സൗണ്ട് വരെ എനിക്ക് ഭയങ്കര ഇറിറ്റേഷൻ ആവുന്ന ആളാണ് ഞാൻ എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് അതേപോലെയാണ് ഇവിടുത്തെ എല്ലാ വണ്ടികളും ഉള്ളത്. ഓക്കെ. അപ്പോൾ ഇതും 17 മോഡൽ തന്നെ എക്സ്ക്ലൂസീവ് ആണ്. 47,000 കിലോമീറ്റർ, 49,000 സിംഗിൾ ഓണർഷിപ്പ് കിടക്കുന്ന വാഹനമാണ്. ഇത് എത്ര ചോദിക്കുന്നതിന്? ഇത് നമുക്ക് നെറ്റ് പ്രൈസ് ആണ് ജിതിൻ ഭായ്. നമുക്ക് എന്താ വെച്ചാൽ പ്രൈസ് കൂടുതലാണെന്നുള്ള എന്താ വെച്ചാൽ ഈ പ്രൈസിൽ ഇവിടെ നാട്ടിൽ ശരിക്കും വണ്ടി ഇല്ല. ഓക്കെ. നമ്മൾ ഒന്നാമത് നമ്മളൊരു റീച്ച് കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് ആണെന്നുള്ളത്. നമുക്കൊരു 2490 കൊടുക്കാം നെറ്റ്. 24,90,000 സെയിം നേരത്തെ പറഞ്ഞ നേരത്തെ നമ്മൾ 2390 ആണ്. 23 അത് സെക്കൻഡ് ഓണർഷിപ്പ് ആണ്. രണ്ട് വണ്ടി ഒന്നിനൊന്ന് മെച്ചാണ്. S ക്ലാസ് ഗ്രില്ലുണ്ട്. ചെറിയ മാറ്റങ്ങളുണ്ട്. കൂടുതൽ അതിനായിരിക്കും. രണ്ട് വണ്ടിക്കുണ്ട് അതിന്റെ ബെനിഫിറ്റ്സ്. ഓക്കെ. ഇത് 24,90,000 രൂപയ്ക്ക് നിങ്ങൾക്ക് ഈ ഒരു വാഹനം കൊണ്ടുപോകാം. ഇത് മാറണമെങ്കിൽ ഒരു 5 ഏകദേശം അതേ പ്രൈസ് തന്നെ 5 to 6 lakhs കേരള ചെയ്യാൻ വരും. അതെ. ഓക്കെ.
ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. ഇത് നെയിം ട്രാൻസ്ഫർ ചെയ്യാം നമ്മൾ പറഞ്ഞ പോലെ. 2028 വരെ സമയമുണ്ട്. ഓക്കെ, അതും വേണം നോക്കാം. അടുത്ത വണ്ടി കിട്ടും. അങ്ങനെ നമ്മൾ അവസാനത്തെ ഈ ക്ലാസ്സിലേക്ക് എത്തിയിരിക്കുകയാണ്. ഒരു റയർ പീസ് വാഹനമാണ് ഈ 350 ആണ് അല്ലേ? അതെ അതെ. 6 സിലിണ്ടർ എഞ്ചിൻ വരുന്ന വാഹനം. എങ്ങനെയാണ് ഡീറ്റെയിൽ ഇത് 2015 മോഡല് E350. ഓക്കെ, W212 ഫേസ് ലിഫ്റ്റ് എന്ന് പറയും. ഓക്കെ, വെരി റയർ കാറാണ്. അതാ. ഓക്കെ, ലിമിറ്റഡ് നമ്പേഴ്സേ ഉള്ളൂ കേരളത്തിൽ. ഇതിന്റെ ഹൈലൈറ്റ് എന്താ വെച്ചാൽ വെറും 8000 കിലോമീറ്റർ ആകെ റൺ ചെയ്തിട്ടുള്ളൂ. മോഡൽ എന്താ പറഞ്ഞത്? 2015 മോഡലിൽ വെറും 8000 കിലോമീറ്റർ. നമുക്ക് ഉറപ്പിക്കാവോ? ജെന്യൂൺ 7900 ആയിട്ടുള്ളൂ. 7000 ഉള്ളായിരുന്നു. ഞാൻ 900 കിലോമീറ്റേഴ്സ് ഞാൻ ഡ്രൈവ് ചെയ്താണ്. ശരി. ഈ വണ്ടിയുടെ ഇതിന്റെ ഒരു ഓണർഷിപ്പ് സിംഗിൾ ഓണർ കിടക്കുന്ന 2015 വണ്ടി, 8000 കിലോമീറ്റർ. 8000 ആയിട്ടില്ലാന്നാ പറയുന്നത്. അതെ അതെ അതെ. ഓക്കെ, അത്രയും ജെനുവിൻ പറയാൻ പറ്റും. ഡീസലാണ് E350. ഡീസൽ CDI ഡീസൽ. ഓക്കെ, എന്താ പറയാ, എങ്ങനെ ഈ ലോ കിലോമീറ്റർ എങ്ങനെ കിട്ടുന്നത്? ഇത് നമ്മൾ എന്താ പറയാ, ഞാൻ ഇങ്ങനത്തെ ഒരു ഈ 6 സിലിണ്ടറിന്റെ ഒക്കെ ആളാണ്. എന്താ പറയാ, 530 ഉണ്ടായിരുന്നു നമ്മുടെ അടുത്ത്. ഇതിന്റെ മുന്നത്തെ ഫേസ് ലിഫ്റ്റുള്ള 350 ഉണ്ടായിരുന്നു. ശരി. അവൻ 6 സിലിണ്ടറിനോട് ഭയങ്കര താല്പര്യമാണ്. പക്ഷെ 6 സിലിണ്ടർ ഇത്ര കിലോമീറ്റർ കുറഞ്ഞ വണ്ടി മാർക്കറ്റിൽ ഇല്ല. പക്ഷേ ഇത് ഇത്ര കിലോമീറ്റർ കുറഞ്ഞുകൊണ്ട് ഈ വണ്ടിക്ക് യാതൊരു അപാകതയും ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒന്നുമില്ല. എല്ലാവരും വിചാരിക്കും കിലോമീറ്റർ കുറഞ്ഞ വണ്ടി ഓടാതെ വെച്ചുള്ള ഡാമേജസ് കാര്യങ്ങളൊന്നുമില്ല. ഈ വണ്ടിയുടെ ഒരു ബമ്പറിന്റെ കോർണർ വരെ പെയിന്റ് ജോബ് കയറിയില്ല. ടച്ചപ്പ് പോലും കയറിയില്ല. എല്ലാം ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ. പിന്നെ ഇപ്പൊ 10 വർഷം ആയതുകൊണ്ട് ഈ ടയേഴ്സ് 4 കുറച്ച് സ്റ്റിഫ് ആയതുകൊണ്ട് ഈ കസ്റ്റമർ തന്നെ പുള്ളി ഒരു നമുക്ക് തരുന്നതിന്റെ ഒരു 100 കിലോമീറ്റർ ബാക്ക് ഇത് ടയർ 4 കോണ്ടിനെന്റലിന്റെ ബ്രാൻഡ് ന്യൂ ടയേഴ്സ് ഇട്ടിട്ടുള്ളത്. ഇതിപ്പോ ഓൾറെഡി ഇന്നലെ നമ്മൾ ബ്രിഡ്ജ് വാന് സർവീസ് ചെയ്തിട്ടാണ്. ഇവിടെ ഒന്നുമില്ല, പഴയ വണ്ടിയാണ്. അപ്പൊ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം ഫുൾ ചെക്ക് ചെയ്ത്, എന്താ വെച്ചാൽ വേറെ എന്തെങ്കിലും പഴയ വണ്ടി ആയതുകൊണ്ട് എന്തെങ്കിലും സസ്പെൻഷന്റെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ അങ്ങനത്തെ ഒന്നുമില്ല. എല്ലാം ബ്രാൻഡ് ന്യൂ. ഇതിലിപ്പോ ഒന്നും ചിന്തിക്കാനില്ല. ഒരു 20,000-25,000 കിലോമീറ്റർ വരെ ഒന്നും നോക്കാനില്ല. ഇപ്പം പഴയ വണ്ടി ആയതുകൊണ്ട് ചില ആൾക്കാർക്കൊക്കെ ഭയങ്കര ഡൗട്ട്ഫുൾ ആയിരിക്കും. മീറ്റർ ബാക്ക് ആണോ, അങ്ങനെ പല ഡൗട്ട്ഫുൾ വരും. ഇത് നമുക്ക് എഴുതി ഒപ്പിട്ട് കൊടുക്കുക. എന്താ വെച്ചാൽ അത്ര എന്താ വെച്ചാൽ ഇതിന്റെ ഇന്റീരിയറിന്റെ കോസ്മെറ്റിക്സും ഈ സ്റ്റാരിങ്ങിന്റെ ഇതൊക്കെ എല്ലാം നോക്കിയാൽ മനസ്സിലാവും. നമുക്ക് ആ മാറ്റ് ഫിനിഷ് ഒന്നും ആയിട്ടില്ല. മറ്റേ AC സ്മെല്ല് വരെ ആ ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ ഉണ്ട്. പൂപ്പ് പിടിക്കുക, എന്താ പറയാ, പഴയ വണ്ടിയുടെ ഒന്നുമില്ല. ആ വണ്ടി ഇന്റീരിയർ ഒക്കെ ക്ലീൻ ആണ്, നമ്മളൊന്നും ചെയ്തിട്ടില്ല ഈ വണ്ടിന്റെ മുകളിൽ. എങ്ങനെയാണുള്ളത്, ജസ്റ്റ് വാഷ് ചെയ്ത്. പക്ഷെ ഇതൊരു ഹൈ പ്രൊഫൈൽ ക്ലയന്റിന്റെ വണ്ടിയാണ്. നമ്മളിപ്പോ റിവീൽ ചെയ്യുന്നില്ല, വരുമ്പോ ആളുകൾ വരുമ്പോ പുള്ളി ഫുൾ ടൈം എയറിൽ പോണ ആളാണ്. അതുകൊണ്ട് വണ്ടി ഡ്രൈവ് ചെയ്യാൻ സമയമില്ല. ഓക്കെ, പൈലറ്റ് ആയിരിക്കും അല്ലേ? അതെ അതെ അതെ, ക്യാപ്റ്റന്റെ വണ്ടിയാണ്. ഓക്കെ, ക്യാപ്റ്റനാണ്. ഓക്കെ, എന്തായാലും ഇതിന്റെ പ്രൈസ് എങ്ങനെ ഇപ്പോ? ഇത് നമ്മള് ഫൈനൽ പ്രൈസ് ആയിട്ട് 1950 കൊടുക്കാം. 19.5 ലക്ഷം. പക്ഷേ ഇത് പ്രൈസ് ലാശം കൂടുതലാണ്. എന്നെ നമുക്ക് അറിയാം, കമന്റ് വരാണ്ടെന്ന് വിചാരിച്ചിട്ട് പറയാണ്. 15 രൂപ 16 രൂപയുള്ളൂ ഇതിനൊക്കെ ഒരു 70,000 80,000 ഓടിയ വണ്ടിയുടെ മാർക്കറ്റ് പ്രൈസ്. ഓക്കെ, ഈ ഒരു കിലോമീറ്റർ കുറവും ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ ആയതുകൊണ്ട് ഇങ്ങനത്തെ ഒരു വണ്ടി, ഒരു കേരള വണ്ടി ഇതേപോലത്തെ എടുക്കണമെങ്കിൽ ഇപ്പോൾ ഒരു 32-33 lakhs എന്തായാലും കൊടുക്കണം. ഓക്കെ, ഇതിപ്പോൾ ഇങ്ങോട്ട് മാറാനാണെങ്കിൽ ഒരു 4 to 5 lakhs, അപ്രോക്സിമേറ്റ്ലി 4 to 5 lakhsന്റെ ഇടയിൽ കണ്ടാൽ മതി അല്ലേ, മാറാൻ പറ്റൂല. 350ന്റെ പ്രത്യേകത എന്താ വെച്ചാൽ 250 ആയിട്ട് ആരും കമ്പയർ ചെയ്യരുത്. ഇതിന്റെ 6 സിലിണ്ടർ എഞ്ചിൻ, ഒരു ഡ്രൈവിംഗ് 7 സ്പീഡ് ഗിയർ ബോക്സ് ആണ് വരുന്നത് ഇതില്. നമ്മളെ 220 വരുന്നത് 9 സ്പീഡ് ആണ്. ഇത് അന്ന് 2015 7 സ്പീഡ് ഗിയർ ബോക്സ് വരുന്ന വണ്ടിയാണ്. 15. പിന്നെ ഇതില് ഹാർമൻ ഗാർഡിന്റെ സ്റ്റീരിയോ വരും. പിന്നെ നമ്മളെ 250 വരുന്നത് നമ്മളെ നോർമലി വുഡൻ ഫിനിഷ് ഇന്റീരിയർ ആയിരിക്കും. ഇതെല്ലാം പിയാനോ ബ്ലാക്ക് ആയിരിക്കും. പിന്നെ എന്താ പറയാ, 350 കാര്യമായിട്ട് മാറ്റമുണ്ട്. പിന്നെ അലോയ് വീൽസ് ചേഞ്ച് ആവും, പാറ്റേൺ. ഓക്കെ, പിന്നെ മൊത്തത്തിൽ വണ്ടി മൊത്തം തന്നെ കംപ്ലീറ്റ്ലി ഭയങ്കര റിഫൈൻഡ് എഞ്ചിനാണ്. വെരി സൈലന്റാ, പെട്രോൾ വണ്ടി യൂസ് ചെയ്യുന്ന 6 സിലിണ്ടറിന്റെ. പിന്നെ ലോ മെയിൻ്റെനൻസാ. ചില ആളുകൾക്ക് ഒരു തെറ്റിദ്ധാരണ 250 350 തമ്മിൽ. 350ക്ക് ഭയങ്കര മെയിൻ്റെനൻസ് ആണെന്ന് പറയും. ഓക്കെ, പക്ഷേ 350 ഞാനൊക്കെ ഉപയോഗിച്ച ആളാണ്. അപ്പോൾ എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ പറയുകയാണെങ്കിൽ 350 വളരെ മെയിൻ്റെനൻസ് കുറവാണ്. ഞാനൊരു 6 മന്തോളം ഞാനൊരു വണ്ടി നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ടല്ല, നമ്മൾ പേഴ്സണലി നമ്മളൊരു 6 months നമ്മൾ യൂസ് ചെയ്ത ആളാണ്. എനിക്ക് ആകെ അതൊരു കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ടോ, AC എന്തോ ഒരു ചെറിയൊരു കംപ്ലൈൻറ്റേ വന്നിട്ടുള്ളൂ, വേറെ മേജർ ആയിട്ടൊന്നും വന്നിട്ടില്ല. പിന്നെ മൈലേജ് കുറച്ചൊന്ന് നമ്മൾ കോംപ്രമൈസ് ചെയ്യുകയാണെങ്കിൽ പിന്നെ മൈലേജ് ആരും നോക്കൂല. എന്താ വെച്ചാൽ ഇത് 250 ആണെങ്കിൽ 17-18 കിട്ടും. ഈ വണ്ടി ഇപ്പോൾ നോർമലി നമുക്ക് 12 to 13 ആണ് സിറ്റി ഡ്രൈവിനകത്ത് കിട്ടുന്നത്. എനിക്ക് കിട്ടുന്നുണ്ട്. ഓ, കൺഫേം, അത് ഭയങ്കരമാണ്. 12 to 13 കിട്ടുന്നത് പറഞ്ഞാൽ മതി. ഞാനിപ്പോൾ ഒരു 700 കിലോമീറ്റർ ഡ്രൈവ് കഴിഞ്ഞ് വന്നതാണ് ഈ വണ്ടി.
അന്ന് അതായത് ലോങ് സ്ട്രെച്ചിൽ ഫുൾ ടൈം D7 ഗിയറിൽ പോയ വണ്ടിയാണ് അന്ന്. അതിൽ 15.1 കാണിച്ചിട്ടുണ്ട്. വെറുതെ തള്ളി മറിക്കല്ല ഉള്ളത് പറയാണ്. എന്തായാലും നമ്മളെ സിറ്റി ഒരു നോർമൽ ഡ്രൈവ് ആണ്, അവിടുത്തെ ഡ്രൈവ് ചെയ്യുന്ന പോലെ ഉണ്ടാവും. 10 to 11 കിട്ടുന്നവരുണ്ടാവും. ഞാൻ ഇതിലിപ്പോൾ ലാസ്റ്റ് കാണിച്ചത് എന്താ വെച്ചാൽ കുറച്ചുകൂടി ബ്രാൻഡ് ന്യൂ വണ്ടി ആയതുകൊണ്ട് അതെ 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 ഇതെല്ലാം ഇതിനൊന്നും ചെയ്യാനില്ല ഈ വണ്ടിക്ക്. ഒരു കസ്റ്റമർ എടുക്കുകയാണെങ്കിൽ ഇപ്പോൾ സർവീസ് വരെ കഴിഞ്ഞിട്ടുണ്ട്. ഇൻഷുറൻസ് നമ്മൾ പുതിയ ഇൻഷുറൻസ്, പുതിയ ഫുൾ കവർ ഇൻഷുറൻസ് ഇപ്പോൾ എടുത്തിട്ടുണ്ട്. അതെ അതെ. ഓക്കെ, അപ്പോൾ 19,50,000 അല്ലേ? അതെ അതെ അതെ. 19,50,000 നിങ്ങൾക്ക് ഈ വാഹനം കൊണ്ട് കേരള ചെയ്യാൻ ഒരു 4 to 5 lakhs വരുള്ളൂ. 4 to 5 lakhs. കേരള വണ്ടിയാണെങ്കിൽ 30 to 33 lakhs വരും ശരിക്ക് ഇങ്ങനത്തെ ഒരു വണ്ടി എടുക്കണമെങ്കിൽ. ഓക്കെ, ആ ഒരു കിലോമീറ്റർ ചെറിയൊരു പ്രൈസ് കൂടുതലുണ്ട് മാർക്കറ്റിൽ. 20 അതാണ് ഞാൻ പറയാൻ വന്നത്. അതെ, ആ ഒരു പറയേണ്ടത് നമ്മൾ ഇങ്ങനത്തെ വണ്ടി കിട്ടൂല. നമ്മളും ഇതേപോലെ വണ്ടി വാങ്ങാൻ ആഗ്രഹിക്കുന്ന ഇങ്ങനത്തെ ഒരു വണ്ടി കിട്ടിയപ്പോൾ ആ പ്രൈസ് നോക്കിയില്ല, അങ്ങനെ എടുത്തുകൊണ്ടെന്നാണ്. ഓക്കെ, അങ്ങനത്തെ ആരെങ്കിലും ഉണ്ടാവും. അതെ അതെ, ഇത് 350 തപ്പി നടക്കുന്ന ആളുകൾ തീർച്ചയായും കാര്യമുള്ളൂ. ഇപ്പോൾ 530 BMW 530 350 6 സിലിണ്ടർ ലവേഴ്സ് ഉണ്ടാവും. അവർക്ക് ഇത് പറ്റുള്ളൂ. VRS എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനത്തെ ഒരു വെറൈറ്റി സാധനമാണിത്. പെർഫോമൻസ് കിട്ടിയവർക്ക് അതിന്റെ ഫീൽ കിട്ടും. പിന്നെ ലോ കിലോമീറ്റർ 350 കിട്ടാനും പ്രയാസമാണ് മാർക്കറ്റിൽ. ഓക്കെ ഓക്കെ, അടുത്ത വണ്ടിയിലോട്ട് പോകാം. നമ്മുടെ ഇന്നത്തെ അവസാനത്തെ വാഹനം ഓഡിയുടെ Q5 ആണ്. ഒരു SUV സെഗ്മെന്റിലേക്ക് വന്നിരിക്കുകയാണ് നമ്മൾ. ഇതെങ്ങനെയാണ് ഡീറ്റെയിൽ വരുന്നത്? ഇത് 2013 മോഡൽ, 1,12,000 കിലോമീറ്റേഴ്സ് ഡ്രിവൺ ആണ്. 2013 അല്ലേ? അതെ അതെ അതെ. ആ ഒരു വർഷത്തിന്റെ ഓട്ടോ ഉണ്ട്. അതെ അതെ, വണ്ടി എല്ലാം മെക്കാനിക്കലി ഫുൾ ഗുഡാണ്, നല്ല എല്ലാം ഓൾ ഒറിജിനൽ ആണ്. ഓക്കെ, എല്ലാം കിലോമീറ്റർ 1,12,000 ഓടിയിട്ടുണ്ട്. പിന്നെ സർവീസ് ഒരു 2019 വരെ ഉള്ളൂ. കിലോമീറ്റേഴ്സ് ഒക്കെ ജെന്യൂൺ ആണ്, പക്കാണ്. ഒരു 65-70,000 വരെ കമ്പനിയിൽ തന്നെ സർവീസ് ഉണ്ട്. ഇപ്പോൾ ലാസ്റ്റിൽ ഒരു 3 year ആയിട്ട് ആകെ ഒരു 20,000 ഓടിയിട്ടുള്ളൂ. നമ്മൾ തന്നെ കൊടുത്ത വണ്ടിയാ, പുള്ളി മുന്നേ കൊടുത്ത നമ്മളൊരു 5 years ബാക്ക് കൊടുത്ത വണ്ടിയായിരുന്നു. ഈ വണ്ടിയുടെ ക്വാളിറ്റി കൊണ്ട് മാത്രം ഞാൻ തന്നെ തിരിച്ചെടുത്താണ്. ഓക്കെ, അപ്പോൾ ഇത് കേരള നമ്പർ ആയി കഴിഞ്ഞു? അല്ല, ഇത് ഓൾറെഡി PY പോണ്ടിച്ചേരി രജിസ്ട്രേഷനിലാണ്. പോണ്ടിച്ചേരി, അതെ PY. ഇത് 3rd ഓണർഷിപ്പിലാണ് ഉള്ളത് നിലവിൽ. ഫസ്റ്റ് സെക്കൻഡ് ഒരു ഓണർ ആയിരുന്നു, പിന്നെ നെയിം ട്രാൻസ്ഫർ ചെയ്ത് 3rd ഓണറിൽ 3rd ഓണറിലാണ് സ്റ്റിൽ നൗ ഉള്ളത്. പിന്നെ ഇതിനെല്ലാം എന്താ പറയുക, സർവീസ് ഒക്കെ ജസ്റ്റ് ഇപ്പോൾ നമ്മൾ തന്നെ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ നമ്മൾ ഫുൾ ഇപ്പോൾ ചെയ്തു വെച്ചതാണ്. എന്താ വെച്ചാൽ സർവീസ് ചെയ്തിട്ടുണ്ട്. 4 പുതിയ ഷോക്സ്, ലോറാം, സസ്പെൻഷൻ റാക്ക്, ഓൾമോസ്റ്റ് AC പുതിയ AC കംപ്രസർ. ഇതിന്റെ മുകളിൽ ഇപ്പോൾ ഒന്നും ചെയ്യാനില്ല. ഒന്നെങ്കിൽ ഇനി നെക്സ്റ്റ് 15,000 കഴിഞ്ഞിട്ട് സർവീസ് ചെയ്താൽ മതി. അതിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും വർക്ക് വരികയാണെങ്കിലേ ഉണ്ടാവുള്ളൂ, വേറെ മേജർ ആയിട്ടൊന്നും വരാനില്ല. ബ്രാൻഡ് ന്യൂ കണ്ടീഷൻ. പിന്നെ ഇൻഷുറൻസ് തീർന്നെടുക്കാൻ നമുക്ക് പുതിയ ഇൻഷുറൻസ് കസ്റ്റമർ വരുമ്പോൾ എടുത്തു കൊടുക്കാം. ഓക്കെ, ബാക്കി നമ്മൾ ഈ ക്ലാസിന്റെ കണ്ടൊക്കെ ഇൻഷുറൻസ് ഉണ്ട്? ഇൻഷുറൻസ് എല്ലാം ഫുൾ കവർ ഇൻഷുറൻസ് ആണ്. എത്ര ഇപ്പോൾ ചോദിക്കുന്നത് നിങ്ങൾ? ഇത് നമ്മൾ ആക്ച്വലി ഇതൊരു 12 lakhs ലാൻഡ് 50 ഒക്കെ നമ്മൾ ഫൈനൽ പറഞ്ഞിരുന്നു. ഇതിപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പ്രകാരം പുതിയ ഇൻഷുറൻസ് കൊടുത്തിട്ട് നമുക്ക് ഏറ്റവും ലോവസ്റ്റ് പ്രൈസ് എത്രക്ക്? 2013 മോഡലാണ്, 1,12,000 ഡ്രിവൺ ആണ്. 9,75,000 രൂപ കൊടുക്കാം. 9,75 ഓടി Q5 നിങ്ങൾക്ക് കൊണ്ടുപോകാൻ. വണ്ടി ഹൈ ക്വാളിറ്റിയാണ്, 4 ടയേഴ്സ് ഗുഡാണ്, എല്ലാം ബ്രാൻഡ് ന്യൂ കണ്ടീഷനാണ്. ഇന്റീരിയേഴ്സ് ഒന്നും ഒരു ഡാമേജസ് കാര്യങ്ങളൊന്നുമില്ല. ഓക്കെ, എല്ലാം ക്ലീൻ ആണ്, ഓൾ വർക്കിംഗ് കണ്ടീഷനാണ്. ഓക്കെ, അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളൂ. പൊട്ടിച്ച റേറ്റിന് Q5 ലഭ്യമാണ്. വിലയും കൂടി ആയില്ല. അല്ല, ഇത് ഇങ്ങോട്ടേക്ക് മാറണമെങ്കിൽ കേരളത്തിലേക്ക് 2 lakhന്റെ ഒക്കെ 2.5 lakhs അത്രേ വരുള്ളൂ, 15 ഉള്ളിൽ വരുള്ളൂ. മാത്രമല്ല മാഹി സൈഡിൽ ഇതിൽ തന്നെ വേണമെങ്കിൽ നമുക്ക് നെയിം ട്രാൻസ്ഫർ ചെയ്യാം, സെയിം അഡ്രസ്സിൽ തന്നെ നെയിം ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കാം. നമ്മളെ ഈ ക്ലാസ് ഒക്കെ അതേപോലെ ചെയ്ത് കൊടുക്കാം. നമ്മളെ മറ്റേ ഈ 350 നമുക്ക് NOC എടുക്കണം, ഇമ്മീഡിയറ്റ്ലി NOC എടുക്കണം. എന്ന് വെച്ചാൽ ഓൾമോസ്റ്റ് 10 years ആയി. 15 മോഡലല്ലേ? ഓക്കെ, അപ്പോൾ ഈ ഇതിപ്പോൾ നെയിം ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റും? അത് നെയിം ട്രാൻസ്ഫർ ചെയ്യാം, നമുക്ക് ഇമെയിലാണ് അഡ്രസ് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. അപ്പോൾ അത്രയേ ഉള്ളൂ. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. ഇനി വേറെ സ്റ്റോക്ക് നിങ്ങളുടെ കയ്യിലുണ്ടോ? ഇത് മാത്രമല്ലാണ്ട് നമ്മൾ ആക്ച്വലി നല്ല വണ്ടികൾ കിട്ടുകയാണെങ്കിൽ മാത്രമേ എടുക്കുള്ളൂ. എല്ലാ വണ്ടിയും ചവർ പോലെ നമ്മൾ എടുക്കാറില്ല. പിന്നെ നല്ല നമ്മുടെ അടുത്ത് ഒരു 3-4 വണ്ടികളെ ഉണ്ടാവാറുള്ളൂ. ഉള്ളത് നല്ല വണ്ടിയായിരിക്കും ഒക്കെ. നമ്മൾ എല്ലാ സൈഡും നോക്കിയിട്ട് ക്വാളിറ്റി നോക്കിയിട്ട് നമുക്ക് ഈ 2 വണ്ടിയാണെങ്കിൽ 3 വണ്ടിയാണെങ്കിൽ ഈ 3 വണ്ടിയുടെ കാര്യം നോക്കിയാൽ മതി. ഇപ്പോൾ 10 വണ്ടിയുടെ ഡീലേഴ്സ് ഉണ്ടാവും, 10 വണ്ടീൻ്റെ കാര്യങ്ങൾ നോക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മളെന്താ പറയുക, കുട്ടികളെ കൊണ്ടെടുക്കുന്ന മാതിരിയാണ് ഓരോ വണ്ടിയും. രാവിലെ മുതൽ വൈകുന്നേരം വരെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ, ചെറിയ മൈന്യൂട്ട് പ്രോബ്ലം ഉണ്ടെങ്കിലും, ചെറിയ എന്താ പറയുക വാഷിംഗ് ആയിട്ടും പോളിഷ് ആയിട്ടും നമ്മൾ അതിന്റെ ബാക്കിൽ ഭയങ്കര ഡെഡിക്കേറ്റഡ് ആണ്. നമ്മളെന്താ പറയുക, ഈ കാറിനോട് ഈ ഭയങ്കര പാഷനായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പം എടുക്കുന്നവർക്ക് ഇതിന്റെ മുകളിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല. എന്തെങ്കിലും നമ്മൾ ചെയ്തിട്ടാണ് കൊടുക്കുക, പറഞ്ഞു കൊടുക്കും. ഉള്ളത് ഒരു മറച്ചു വെച്ചിട്ട് ഒരു കച്ചവടം ഇല്ല, എല്ലാം സ്ട്രൈറ്റ് ആണ്. ഓക്കെ, എന്തായാലും അത്രയേ ഉള്ളൂ. തൽക്കാലം നമ്മൾ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് കോൺടാക്ട് ചെയ്യാനുള്ള വഹബീഖ് ഭായിനെ കോൺടാക്ട് ചെയ്യാനുള്ള നമ്പർ ഇതാ നമ്മൾ വീഡിയോ റൈറ്റ് ഓഫ് കോർണറിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട്. മറന്നു വേണ്ട, ആ നമ്പറിലേക്ക് വിളിച്ചോളൂ.
കോഴിക്കോട് ചെറുവണ്ണൂരാണ് ലൊക്കേഷൻ വരുന്നത്, രാമനാട്ടുകര ഫറൂഖ് റോഡിൽ അല്ലേ? അതെ അതെ അതെ, ചെറുവണ്ണൂരിന്ന് ഫറൂഖ് ഓൾഡ് റോഡ്. അതായത് കോയാസ് ഹോസ്പിറ്റലിന്റെ ബാക്ക് സൈഡ് ആയിട്ട് വരും. ഓക്കെ നമ്മുടെ ഫറൂഖ് പാലയില്ലേ, നവീകരിച്ച ഫറൂഖ് പാലം, അതിന് തൊട്ടടുത്തായിട്ടാണ്. ഓക്കെ, അപ്പോൾ അത്രയേ ഉള്ളൂ. തൽക്കാലം നമ്മൾ ഫൈൻഡപ്പ് ചെയ്യാണ്. എല്ലാവർക്കും നന്ദി. താങ്ക് യു ബ്രോ. താങ്ക് യു. ബൈ.